ഇത് സമസ്തയിലെ പ്രധാന പണ്ഡിതൻ മാളിയക്കൽ സുലൈമാൻ സഖാഫി അദ്ദേഹം എഴുതിയ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ജാറങ്ങൾ എന്ന അധ്യായം 137 പേജിലുണ്ട്. എന്താണ് പറയുന്നത്? സുന്നത്തായ സിയാറത്തിന് സൗകര്യമുണ്ടാകും വിധം ഖബർ മാത്രമോ, ഒന്നുകിൽ ഖബർ അല്ലെങ്കിൽ ചുറ്റുഭാഗങ്ങളിൽ ചുമരോ കെട്ടിടമോ കെട്ടി ഉയർത്തുന്നതിനാണ് ജാറം എന്ന് വിവക്ഷിക്കുന്നത്. ഈ ഉദ്ദേശത്തോടെ പൊതുസ്ഥലത്തായാലും അല്ലെങ്കിലും ജാറം പണിയുന്നത് സുന്നത്താണ്. ജാറം പണിയുന്നത് സുന്നത്താണ്. എവിടെയാണുള്ളത്? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു, വിലക്കി എന്ന് പറഞ്ഞാൽ അയ്യുബ്ന അലൈഹി, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും ജാറം നിർമ്മിക്കുന്നതും വിലക്കി, എതിർത്തു, വിരോധിച്ചു എന്ന് പച്ചയായ ഹദീസ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് സുന്നത്താവുക? സമസ്തയുടെ നിലവിലുള്ള മുഫ്തിയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അയാളുടെ ഫതാവ മുഹി സുന്നയിൽ എഴുതിയത് അതാരും വിലക്കിയിട്ടില്ല, പണ്ഡിതന്മാർ വിലക്കിയിട്ടില്ല എന്നാണ്. വിലക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അനുവദനീയം എന്നല്ലേ സഹോദരങ്ങളെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി മാത്രവുമല്ല, രസകരമായ വളരെ തമാശ നിറഞ്ഞ ഒരു ഉദാഹരണം ഇതിനു വേണ്ടി പറഞ്ഞത് EK അബൂബക്കർ മുസ്ലിയാരാണ്. EK മുസ്ലിയാരാര സമസ്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം ആണ്ടു നേർച്ചയും ഖബർ സിയാറത്തും എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന തമാശ കേട്ടാൽ ഇവർക്ക് ഇതുമായി ഒരു വിവരവും ഇല്ല എന്ന് പറയാം. കുട്ടികൾ കളിപ്പാട്ടത്തെ സൂക്ഷിക്കാൻ അലമാരയും അതുപോലെ തന്നെ ചുവരിലെ പെട്ടിയൊക്കെ എടുക്കുന്ന പോലെയാണ് ഇവർ ജാറത്തെ കാണുന്നത്. എന്താണ് പറയുന്നത്? അവനവന്റെ കുട്ടികളുടെ സംരക്ഷണത്തിന് ആവശ്യമായ വീടുകൾ നിർമ്മിക്കുന്നത് കുട്ടികളെ ആരാധിക്കലല്ല. ബാപ്പയും ഉമ്മയും കുട്ടികളെ സംരക്ഷിക്കാൻ വീടൊരുക്കുന്ന പോലെയാണ് മരണപ്പെട്ടവർക്ക് ജാറമൊരുക്കി കൊടുക്കുന്നതെന്ന് ഒരു നാണവുമില്ലാതെ എഴുതി വിട്ടു. എന്താ ഇതിന്റെ അർത്ഥം? തെളിവില്ല എന്നല്ലേ? ജാറം എന്നാൽ ബൊമ്മക്കുട്ടിയാണോ? ബൊമ്മക്കുട്ടിയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, പ്രശ്നമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച കാര്യമാണ് മക്കൾക്കും ഭാര്യക്കും സ്വന്തത്തിനും താമസിക്കാൻ അർബഉം മിനസ് സആദ, സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് നല്ല ഒരു വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചവർക്ക് നിങ്ങൾ അലങ്കരിക്കപ്പെട്ട ജാറമൊരുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് ആദ്യം ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറത്തിന്റെ പേരിൽ ആ പണിയായിരുന്നു. അതുകൊണ്ട് പ്രമാണങ്ങളില്ലെങ്കിൽ എന്തും വിളിച്ചു പറഞ്ഞ് കാര്യം സാധിക്കാമെന്നത് ഒരിക്കലും ദീനായി, മതമായി, പ്രമാണമായി കാണാൻ യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് സാധ്യമല്ല.